രക്തം ചൊരിഞ്ഞു നിന്ന 2 വർഷം. കൃത്യമായി പറഞ്ഞാൽ 21 മാസങ്ങൾ അവസാനിക്കുകയാണ് അങ്ങ് ഹമാസിന്റെ മണ്ണിൽ. വേരോടെ പിഴുതെറിയാനുള്ള നീക്കങ്ങളെ തോൽപ്പിച്ച് വെടിനിർത്തലിന് ഹമാസും തയ്യാറാകുമ്പോൾ രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിന് കൂടി താൽക്കാലിക ശമനമാവുകയാണ്. വെടിനിർത്തൽ എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് കൃത്യമായി അറിവില്ലെങ്കിലും ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചതായി പറയുന്നുണ്ട്. ഗാസയിൽ ഇപ്പോഴും മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ 300 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് വെടിനിർത്തൽ എന്ന് നിലവിൽ വരും എന്നത് തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥം വഹിക്കുന്ന വെടിനിർത്തൽ കരാറിനോട് വെള്ളിയാഴ്ച ഹമാസിൽ നിന്നും അനുകൂല സമീപനമാണ് ഉണ്ടായത്. ഇസ്രായേൽ നേരത്തെ തന്നെ ട്രംപിന് അനുകൂലമായി തലകുലുക്കിയിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾക്ക് കൂടി അവസരമൊരുങ്ങുന്ന ഒരു കരാർ അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ തങ്ങളും തയ്യാറാണെന്നാണ് ഹമാസും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വരുന്ന തിങ്കളാഴ്ച കരാർ നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തുന്നുണ്ട്. ട്രംപിന്റെ 2ാം ടേം തുടങ്ങിയ ശേഷം ഇത് 3ാം തവണയാണ് നെതന്യാഹു US എത്തുന്നത്. കരാർ നിലവിൽ വന്നാൽ ഈ യുദ്ധകാലത്തുണ്ടാകുന്ന 3ാമത്തെ വെടിനിർത്തൽ കരാറാണ് ഇത്. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ ഇതുവരെ 57,000-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ആദ്യത്തെ വെടിനിർത്തൽ കരാർ 2023 നവംബറിലായിരുന്നു നിലവിൽ വന്നത്. വെറും 10 ദിവസം മാത്രമേ ഇത് നീണ്ടുനിന്നുള്ളൂ. 2ാമത്തേത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു പ്രഖ്യാപിച്ചത്. ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വെടിനിർത്തലിന് തയ്യാറാവുകയായിരുന്നു. എന്നാൽ മാർച്ചിലേക്ക് വെടിനിർത്തൽ നീട്ടാൻ ഇസ്രായേൽ വിസമ്മതിച്ചതോടെ 2ാമത്തെ കരാറും അവസാനിച്ചു. ചില കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരു കക്ഷികളും വെടിനിർത്തലിന് തയ്യാറായത്. 3ാമത്തെ കരാറിൽ പറയുന്ന പ്രധാന വ്യവസ്ഥകൾ ഇവയൊക്കെയാണ്: ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുക, ഇസ്രായേൽ ജയിലുകളിലെ 100 കണക്കിന് പാലസ്തീനികളെ മോചിപ്പിക്കുക, ഗാസയ്ക്ക് അത്യാവശ്യമായി സഹായങ്ങൾ ലഭ്യമാക്കുക, സമീപ മാസങ്ങളിൽ പിടിച്ചെടുത്ത ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുക എന്നിങ്ങനെയാണ് ആ വ്യവസ്ഥകൾ. കരാറിൽ 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. ബന്ദികളെ മോചിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിച്ചാൽ ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നും യുദ്ധത്തിന് സ്ഥിരമായ അന്ത്യം കുറിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താമെന്നും ഹമാസിന് ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ട്.